ഹായ് മക്കളെ, എടാ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? റൈറ്റ് ദ എൽ വാല്യൂ ഓഫ് 2s and 3d. അഥവാ 2s ന്റെ 3d യുടെയും എൽ വാല്യൂ കാണാൻ. എന്താ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ? എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്, അഥവാ സബ് ഷെല്ലുകളെ പറയുന്ന ക്വാണ്ടം നമ്പർ ആണ് എൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ എൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എസ് ആണ്, എൽ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പി യുമാണ്, എൽ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏതാടാ? ഡി ആണ്, എൽ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ഇവിടെ 2s ഉണ്ട് അല്ലേ? ഈ എസിന്റെ എൽ വാല്യൂ എത്രയാ? അവിടെ എസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി 3d ആണ് ക്വസ്റ്റ്യനിൽ. ഡിന്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഇവിടെ 3 ആയിരിക്കും ഉത്തരം. സോ സിമ്പിൾ. ഇതാണ് ഡിന്റെ 3 അല്ല, സോറി, എത്രയാടാ? 2 ആണ് ഉത്തരം. അപ്പൊ എൽ വാല്യൂ ചോദിച്ചാൽ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ഓർമ്മ ഉണ്ടായാൽ മതി. അസിമുതൽ ക്വാണ്ടം നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതാ 0 ഉണ്ട്, 2 ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സിആർ. സിആർ എന്ന് പറഞ്ഞാൽ ആരാടാ? ക്രോമിയം ആണ്. ആറ്റോമിക് നമ്പർ 24 ആണ്. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ആറ്റോമിക് നമ്പർ അല്ല സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്തൊരു പ്രത്യേകത ഉണ്ട് അല്ലെ? എന്തിനാ പ്രത്യേകത? അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്നില്ലെങ്കിൽ ഡിയിൽ ഫുൾ ആവണം, അല്ലെങ്കിൽ ഡിയിൽ പകുതി നിറയണം. D5 D10 ആകണം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അപ്പൊ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. അവസാനം എന്താ വരുള്ളൂ? 3d5 എന്ന് വരും. എന്താ വരിക? 3d5 അതായത് അവസാനത്തെ 4s2 നിന്ന് എന്ത് ചെയ്യുന്നു? 3dയിലോട്ട് ഒരാൾ ഇലക്ട്രോണിനെ കടം കൊടുത്തിട്ട് 3d പകുതി നിറഞ്ഞ് സ്റ്റേബിൾ ആവുന്നു. അപ്പുറത്ത് 4sൽ ഒരു ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സിമ്പിൾ സർ, ഇത്രയേ ഉള്ളൂ സംഭവം. അത് അപ്പൊ കോപ്പർ ചോദിച്ചാൽ എന്താ ഉണ്ടാവുക? ക്രോമിയം 24 കോപ്പർ ചോദിച്ചാൽ എന്താ വരിക? സി ചോദിച്ചാൽ ആറ്റോമിക് നമ്പർ 29 ഇവന്റെ കൂടെ പഠിച്ചു വെച്ചോ. 3d10 എന്നും വരും, 4s1 എന്നും വരും. സോ സിമ്പിൾ. 3d10 4s1 വരും. ഈ രണ്ടിനും പ്രത്യേകത ഉണ്ട്. എന്തിനാ ചോദിച്ചാൽ ഇവർക്ക് സ്ഥിരത കൈവരിക്കാനാണ്, അഥവാ സ്റ്റേബിൾ ആവാനുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അയണിന്റെ രണ്ട് സംയുക്തങ്ങളാണ് FeCl2 FeCl3 അഥവാ ഫെറിക് ക്ലോറൈഡും ഫെറസ് ക്ലോറൈഡും എന്ന് പറഞ്ഞാൽ സിമ്പിളാ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? FeCl2ലെയും FeCl3ലെയും Feന്റെ ഓക്സിജൻ അവസ്ഥ കാണുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ എപ്പോഴും പഠിച്ചിരിക്കണം. സോ സിമ്പിൾ സർ, എങ്ങനെ നമ്മൾ കാണുക? FeCl2 എടുക്കാം. FeCl2 എടാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പറഞ്ഞാൽ മാഷ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാ. രണ്ടാൾക്കാരെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് Fe ഉണ്ട്, ഒന്ന് Cl ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാളെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഒരാൾ നമ്മൾ പഠിച്ചു വെച്ചോളാം. Clന്റെ ചോദിച്ചാൽ -1 ആണ്. Cl എത്രയാടാ? -1 ആണ് സർ. അങ്ങനെയാണെങ്കിൽ Clന്റെ മകളിൽ നമ്മൾ എന്ത് ചെയ്താ? ബ്ലാക്ക് കൊണ്ട് എഴുതി -1 എന്ന് എഴുതി. സോ സിമ്പിൾ സർ. ആരുതാ നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്? Clന്റെ ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ട ആരുതാവും? Fe ആണ് സർ. അപ്പൊ കണ്ടെത്തേണ്ട സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്നായിട്ട് എടുക്കുന്നു. ഇനി എന്താ സർ ചെയ്യേണ്ടത്? ഈ എക്സ് കൂട്ടിയാലും ഈ -1 അഥവാ എഫിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം 0 എന്നാ വേണ്ടത്. ഒരു മിനിറ്റ് ഇങ്ങോട്ടാക്കി തരാം. നമുക്ക് കിട്ടേണ്ട ഉത്തരം എത്രയാടാ? 0 എന്ന് കിട്ടണം സർ. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് താഴെ കിട്ടുക എക്സ് പ്ലസ് ഇനി -1 ആണ് ക്ലോറിൻ്റെത്. -1 ഇവിടെ എത്ര ക്ലോറിനാ മക്കളെ? ഒന്ന് ശ്രദ്ധിച്ചോ കൂടാ. ഇവിടെ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്, ഒരു ക്ലോറിനാണ് -1. അപ്പൊ 2 ക്ലോറിൻ എന്തൊക്കെയാണ് വരിക സർ? -1 × 2 ചെയ്താൽ പോരെ? മതി, അത്രയേ ഉള്ളൂ. അപ്പൊ -1 × 2 ബ്രാക്കറ്റിൽ കൊടുക്കണം, = 0 എന്ന് നമുക്കറിയാം സർ. സോ സിമ്പിൾ. ഇനി ഫസ്റ്റ് ബോർഡ് മാസ് പ്രകാരം ഫസ്റ്റ് ബ്രാക്കറ്റിൽ ചെയ്തോളാം. -1 × 2 എന്ന് പറയുമ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ മൈനസ് കൂടെ കൂടി എന്താവും? -2 എന്ന് വരും. സോ സിമ്പിൾ. അപ്പൊ മൈനസും പ്ലസ് കൂടെ വന്നാൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? മൈനസിനാണ് സർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ താഴേക്ക് എടുത്ത് എഴുതുന്നു. സോ സിമ്പിൾ. x - 2 = 0 എന്ന് കിട്ടും. അങ്ങനെ സർ ഇനി എന്താ സംഭവിക്കുക? ഈ -2നെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? സമത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -2 എന്നുള്ളത് എന്തായി മാറൂടാ? +2 എന്നായി മാറും. അങ്ങനെയാണെങ്കിൽ സർ x = ഉത്തരം എന്താ വരിക? +2 ആണ്. അഥവാ FeCl2ന്റെ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ +2 ആണ് സർ. എന്താ ഈ +2 എന്ന് പറഞ്ഞാൽ? +2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. അതിന്റെ ഒപ്പം തന്നെയാണ് പഠിച്ചു വെച്ചോ. സിമ്പിൾ ആയിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ എന്താ ചെയ്യുക? ലോസ് ചെയ്യുകയാണ്, അഥവാ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. സോ സിമ്പിൾ സർ. ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകളെ വാങ്ങുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. FeCl3 ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ -1 ആണ്. അങ്ങനെയെങ്കിൽ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടെത്താ. പെട്ടെന്ന് കണ്ടെത്തി കമന്റ് ബോക്സിൽ എന്ത് ചെയ്യടാ? കമന്റ് ചെയ്യാം. മാഷ് എന്ത് ചെയ്തോളാം? നോക്കിക്കോളാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.